ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചുമ എങ്ങനെ ആടലോടകത്തിൻ്റെ സഹായത്തോടു കൂടി മാറ്റാമെന്ന് നോക്കാം. 3 ആടലോടകത്തിൻ്റെ ഇല എടുക്കുക. ഞാൻ നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? എന്തായാലും ആടലോടകം എല്ലാവരുടെയും വീട്ടിൽ കാണും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് വെച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ലതാണ്. എനിക്ക് ചുമയായി അങ്ങനെ നല്ല ഇത് മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിനി വീഡിയോ നോക്കാം. ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ചെറിയ ഇല എടുത്താൽ മതി കേട്ടോ. ചെറിയ ഇല എന്ന് വെച്ചാൽ ഇളന്ന ഇല നോക്കി എടുക്കണം. നല്ലതാണ്. ഞാൻ ഇന്നലെ യൂസ് ചെയ്ത് എനിക്ക് നല്ല ഫലം കിട്ടി. അതിനുശേഷം കൽക്കണ്ടമാണ് വേണ്ടത്. 3-4 കൽക്കണ്ടം എടുത്തേക്ക്. അതിനുശേഷം ഒരു പീസ് ഇഞ്ചി. ഇത് 3ഉം കൂടെയാണ് ഇനി മിക്സ് ചെയ്യേണ്ടത്. നമുക്കിതിൻ്റെ നീരാക്കി എടുക്കണം. ഞാനിപ്പം കൽക്കണ്ടം എന്താണ് ജസ്റ്റ് ഇടിക്കല്ലിട്ട് ഇടിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ വെള്ളത്തിലിട്ട് എങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കിതാണ് കുറച്ചുകൂടെ എളുപ്പമുള്ളത്. അതാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പം നല്ലപോലെ ഒന്ന് ഇടിഞ്ഞ് നല്ലപോലെ ഒന്ന് ആയിട്ടുണ്ട്. അത് നമുക്കിനി ജസ്റ്റ് കിണ്ണത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി അതേപോലെ തന്നെ ഇടിക്കാം. നമ്മളിപ്പോൾ ഇടിച്ച ഇഞ്ചി നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് കണ്ടില്ലേ? അത് ഇത്രയോടെ ഇടിച്ച് ഇതാക്കുക. അതിനുശേഷം നമുക്ക് അത് ഒരു കിണ്ണത്തിലോട്ട് തന്നെ മാറ്റാം. കണ്ടില്ലേ? കിണ്ണത്തിലോട്ട് മാറ്റാം ഇഞ്ചി. അതിനുശേഷം ആടലോടകത്തിൻ്റെ ഇലയും അതേപോലെ തന്നെ അത് ഇടിക്കുന്ന കല്ലിലോട്ട് ജസ്റ്റ് ഇട്ട് അത് ഇടിക്കുക. ഇടിച്ച് അതിൻ്റെ നീരെടുക്കും. ഇപ്പം ഞാൻ എൻ്റെ നീരെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല പച്ച കളറിലായിട്ട്. അതിനുശേഷം കൽക്കണ്ടത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അത് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ നിങ്ങൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നാലേ കൽക്കണ്ടം അതിനകത്ത് പിടിക്കും. നല്ല കയ്പ്പ് കാണും. അതുകൊണ്ടാണ് കൽക്കണ്ടം ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇഞ്ചിയുടെ പേസ്റ്റ് നമ്മുടെ ആടലോടകത്തിൻ്റെയും കൽക്കണ്ടത്തിൻ്റെയും നീരിലോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ മിക്സ് ചെയ്യുന്നത് കണ്ടില്ലേ? നല്ലതാണ്. എനിക്ക് യൂസ് ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് അത് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ അമർത്തിയെങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വന്ന് കിടക്കുകയുള്ളൂ. അപ്പം ഓക്കെ, ബൈ. താങ്ക്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.